ഞാനിന്ന് വേണ്ട ഒരു മീറ്റപ്പിന് പോകാനായിട്ട് തുടങ്ങുവാണ്. ഞാനിപ്പോൾ എൻ്റെ ഗാരേജിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ നമ്മളിപ്പോൾ മീറ്റപ്പിലേക്കാണ് പോകുന്നത്. ആരോ വെച്ചിരിക്കുന്ന ഒരു മീറ്റപ്പിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഞാൻ നേരെ ദേ നമ്മുടെ സിറ്റി 1ലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അതെന്താടാ അവിടെ സംഭവിച്ചത്? അതെങ്ങനെ ആ പോസ്റ്റ് തന്നെ പോയത്? ഗൈസ് ഈ ഒരു സിറ്റി 1ൽ എന്തോ പ്രേതശല്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും കുഴപ്പമില്ല. പ്രേതം അവിടെ എന്ത് വേണേലും കാണിക്കട്ടെ. നമുക്ക് മീറ്റപ്പിന് അങ്ങ് പോയേക്കാം. അപ്പോൾ ഇവിടെ മൊത്തം ഈ ഒരു സ്നോ ആയതുകൊണ്ട് ഗൈസ് വണ്ടിയൊന്നും മര്യാദയ്ക്ക് ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ദേ നമ്മുടെ ചെറുക്കൻ്റെ പുതിയ ലുക്കും കൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു മീറ്റപ്പിന് പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഗൈസ് അവിടെ കാണുമായിരിക്കും. എനിക്ക് പരിചയമുള്ള ആരും കാണത്തില്ല. അതാണ് വലിയൊരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ. ആരോ വെച്ചിരിക്കുന്ന ഒരു മീറ്റപ്പിനാണ് ഞാനിപ്പം പോകുന്നത്. അതാരാണ് വെച്ചേക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും ഗൈസ് അവിടെ പോകുമ്പം പലതരത്തിലുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മളിപ്പം പോകുന്നത് കാർ സെയിലിലോട്ടാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും വണ്ടി ലാഭത്തിന് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. കുറച്ച് പൈസ ഗൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും വണ്ടി ഗൈസ് എനിക്ക് വാങ്ങിക്കണം. പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതേ ഞാൻ നമ്മുടെ ആ ഒരു കാർ സെയിലിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വേണ്ട ആ ഒരു ഫസ്റ്റ് കാറും കൊണ്ടൊക്കെ എൻ്റെ മോനെ ഗൈസ് വണ്ടി വന്നപ്പം തന്നെ നൈസായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഈ ഒരു സ്ലിപ്പറി പ്രശ്നം കാരണം നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഗൈസ് ഒരു റിപ്പയറിൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്ന് വണ്ടി അങ്ങ് ശരിയാക്കിയിട്ട് വേണം നമ്മുടെ ഒരു മീറ്റപ്പിന് കയറാനായിട്ട്. ദണ്ട് ഗൈസ് ഇവിടെ എന്തോ ഒരു മണി ബോക്സ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് അത് ഓക്കെ ഗൈസ് ദണ്ട് 4000 രൂപ കയറിയിട്ടുണ്ട് എൻ്റെ മോനെ. അപ്പം നമുക്കിന്ന് ഫുഡ് അടിക്കാനായിട്ടുള്ളൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ CPM 1ൽ നിന്ന് ഗൈസ് CPM 2ലേക്ക് വന്നപ്പോഴാണ് ഞാൻ പൈസയുടെ വില ശരിക്കും മനസ്സിലാക്കുന്നത്. കാരണം CPM 1ലൊക്കെ ഗൈസ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അതുകൊണ്ട് ചിലവാക്കുന്നതിനൊന്നും ഒരു ലിമിറ്റും ഇല്ലാതാണ് ചിലവാക്കുന്നത്. അപ്പം ഇതിൽ ഗൈസ് ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കണ്ട ഗൈസ്. നമ്മൾ പൈസ പോയാലേ ഗൈസ് പൈസ വരത്തുള്ളൂ. അത് ആരോ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ നമ്മുടെ ആ ഒരു കാർ സെയിലിലേക്ക് കയറിയേക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ ദണ്ട് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിലേതേലുമൊക്കെ വണ്ടി ഇഷ്ടംപോലെ ഇല്ല, 2-3 വണ്ടികളേ ഉള്ളൂ. ഗൈസ് നിങ്ങളൊരു വണ്ടിയുടെ ഒരു മാക്സിമം വില ഇടണം. അല്ലാണ്ട് ആ വണ്ടിയെക്കാട്ടിലും 10 ഇരട്ടി വില ഇടുവാണെങ്കിൽ ആരും വാങ്ങിക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ വേണ്ട ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കാറൊക്കെ 1 ലാഖിന് കിടപ്പുണ്ട്. പക്ഷേ 1 ലാഖ് ഗൈസ് എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നില്ല. അത് മാത്രമല്ല ആ ഒരു വണ്ടി 1 ലാഖിന് ഇല്ലല്ലോ അല്ലേ. അപ്പം വേറെ ഏതെങ്കിലും ഗൈസ് അത്യാവശ്യം ഒരു ഫേമസ് കാർ ആയിരിക്കണം. അങ്ങനത്തെ ഒരു കാറാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ മോനെ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് നോക്കിയേ. ഈ ഒരു ഇതിൽ നമ്മുടെ വണ്ടിയും കൂടെ ഗൈസ് ഒന്ന് സെയിലിനിട്ട് നോക്കിയാലോ. എന്തായാലും എനിക്കൊരു വണ്ടി കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് ഇച്ചിരി റേറ്റ് കൂട്ടി അങ്ങ് നമുക്ക് സെയിലിനിട്ടേക്കാം. ഈ സൈഡിൽ സെയിലില്ലേ? അതെന്ത് പറ്റി? നമുക്ക് അപ്പുറത്തെങ്ങാനും കൊണ്ട് വണ്ടി ഇടാവേ. എന്തായാലും നമുക്ക് ഇങ്ങനെ കാറുകൾ ഗൈസ് വാങ്ങിച്ച് വിറ്റാലേ ഗൈസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൈസ കാണത്തുള്ളൂ. അപ്പോൾ കാർ മോഡൽ സിവിക് അല്ലേ. അപ്പോൾ നമുക്ക് സിവിക് എന്നങ്ങ് ഇട്ടേക്കാം. ഇനി അടുത്തായിട്ട് പ്രൈസ് എത്ര ഇടണം? ഒരു 5 ലാഖ് ഇട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, 5 ലാഖ് നമുക്കൊരു ബിസിനസ് സ്ട്രാറ്റജി കേസ് നമുക്ക് നോക്കാം. 4,99,999 കേസ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതെനിക്ക് വിറ്റ് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. കാർ സെയിലിന് വേണ്ടി കേസ് ഞാനൊരു കാർ എടുക്കുന്നതായിരിക്കും. അത് ഇന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് വാങ്ങിക്കാം. എന്താണ്ട് ഇവിടെ ഒരു മച്ചാൻ നമ്മുടെ കാറ് നോക്കുന്നുണ്ട്. മച്ചാന് താല്പര്യം ഉണ്ടെങ്കിൽ പക്ഷേ മച്ചാനെ കണ്ടിട്ട് കേസ് ഒരു റിച്ച് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഒരു ഗെയിമിൽ കേസ് അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആരെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം എന്താണ്ട് ഇവിടെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ അതേ വേറൊരു കാർ കിടപ്പുണ്ട്. എൻ്റെ മോനെ കേസ് ഈ ഒരു കാറിൻ്റെ ലുക്ക് നോക്കി. ഇതിലെന്തോ ഗ്രാഫിക്സ് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പെയിൻറ്റിൽ എന്തോ ഒരു ഡിഫറൻസ് ഇല്ല. അത് പെയിൻ്റ് അല്ല കേട്ടോ. അത് ഈ ഒരു എന്താ പറയുക ചെളി പിടിച്ച് കിടക്കുന്നതാണ്. പെട്ടെന്ന് നോക്കിയപ്പം ഞാൻ എന്തോ ഒരു ഗ്രാഫിക്സ് പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഗൈസ് വേറെ വണ്ടികളൊന്നും വന്നിട്ടില്ല. ഇതെന്താണ് ഇവിടെങ്ങും ആരും ഇല്ലാത്തത്? എല്ലാവരും പല പല സ്ഥലത്ത് നിൽക്കുവാണെന്ന് തോന്നുന്നു. ഇവിടെങ്ങും ആർക്കും കാർ സെയിലൊന്നും ചെയ്യണ്ടേ. 16 പേര് ഗൈസ് നമ്മുടെ ഈ ഒരു റൂമിലുണ്ട്. എന്നിട്ട് ഇവിടെ ആകെ ഉള്ളത് 5-6 പേരാണ്. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഏതെങ്കിലും ഒരു കാറ് വാങ്ങിക്കാമെന്നും വെച്ച് വന്നപ്പോൾ ഇവിടെങ്ങും ഒരു കാറും ഇല്ല, ഒരു തേങ്ങയില്ല. ഗൈസ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടൊരു മീറ്റപ്പ് വെക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നേനെ അല്ലേ. എന്തായാലും നമുക്ക് ഉടനെ തന്നെ അത് സെറ്റ് ചെയ്യാം. ഈ കാർ എന്തായാലും ഗൈസ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് വാങ്ങിക്കാനായിട്ട് ഗൈസ് അവിടെ വേണ്ട BMW അല്ലേ 30,000 കിടക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ ഗൈസ് ഈ വണ്ടി 30,000 വർത്താണോ? ആയിരിക്കും. നമുക്കെന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കാം. 30,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. എന്തായാലും ഗൈസ് ഞാൻ ആ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് വർത്താണോ അല്ലയോ എന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. പക്ഷെ എൻ്റെ അളിയാ നല്ല സെറ്റ് വണ്ടിയാണ് കേട്ടോ. അത് കാണാനായിട്ട് നല്ല വിൻറ്റേജ് ലുക്ക്.
എന്തായാലും ഇതിന് എത്ര റിയൽ എത്രയാണെന്ന് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എത്ര ആയിരിക്കുമെന്ന്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു റൂമിൽ നിന്നൊന്ന് ഇറങ്ങണം. ഞാൻ ബാക്ക് ടു മെനു കൺഫേം കൊടുത്തിട്ടുണ്ട്. ദൈവമേ ഗൈസ്, 30,000-ന് താഴെ വല്ല ആണെങ്കിൽ ഞാൻ തേങ്ങും. എൻ്റെ മോനെ ഗൈസ്, വണ്ടി എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ട്. പക്ക ഒരു വിൻറ്റേജ് ലുക്കുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിക്കുമെന്ന് ഞാൻ സത്യം പറയുകയാണെങ്കിൽ വിചാരിച്ചേ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പം ഓക്കെ, ഇവിടെങ്ങും ആ വണ്ടി കാണാനില്ല. ഓക്കെ, 30,000 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാഭമാണ് കേട്ടോ. ഇത് എവിടെയാടാ കിടക്കുന്നത്? ഓക്കെ ഗൈസ്, ആ വണ്ടി നമ്മൾ അല്ലാണ്ട് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ 70,000 രൂപ കൊടുക്കണം. അപ്പം നമുക്ക് പക്ക ലാഭത്തിനാണ് കേട്ടോ ഒരു വണ്ടി കിട്ടിയത്. എൻ്റെ മോനെ, അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർ ഞാൻ ഇനിയും കുറച്ച് നാൾ ഓടിച്ച് നടന്നിട്ട് നേരെ ഈ ഒരു കാർ ഞാനങ്ങ് സെയിൽ ചെയ്യാനായിട്ട് പോകും. അങ്ങനെ ഗൈസ് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ബാലൻസ് ഉള്ളത് 25,000 രൂപയാണ്. ഇതെന്താണ്? ഓ, ഇത് ഓട്ടോമാറ്റിക് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ ഓടിക്കേണ്ട വരും. അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ വണ്ടി ഫസ്റ്റിലിട്ട് എടുത്തപ്പം തന്നെ ചാടിയാണ് വണ്ടി വരുന്നത്. പക്ഷെ എൻ്റെ അളിയാ, വണ്ടി കൊള്ളാം കേട്ടോ. നമ്മുടെ സിവിക്കിനെക്കാട്ടിലും പവർ ഉണ്ടെന്നാണ് എനിക്കിത് ഓടിച്ചിട്ട് തോന്നുന്നത്. എന്തായാലും വളരെ വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു വണ്ടിയാണ്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഗൈസ് ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഈ വണ്ടി വെച്ചായിരിക്കും ഗൈസ് നമ്മൾ ഇനിയും വേറെ ലെവൽ വണ്ടികൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, സിവിക്കിൻ്റെ കളറ് മാറ്റണം. ഞാനൊരു റെഡിലേക്ക് മാറ്റിയാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ വേണ്ട വേറെ വണ്ടികളൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദാണ്ട് ഈ ഒരു സൈഡിൽ ആ ഒരു വാൻ എന്ന് പറയുകയാണെങ്കിൽ, ഇത് വാനോ? ഈ ഒരു വാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റേ ഡെലിവറിക്ക് പോയ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.